അവിഹിതം ഈസ് ഫൈൻ. ഹലോ ഗൈസ്, സോ ഗൈസ് അവിഹിതം മീൻസ് മഹാസംഭവം എന്ന് പറഞ്ഞിരിക്കുന്ന കുറേ ടൈപ്സ് ഓഫ് അമ്മച്ചിമാരാണ്. ഓക്കെ, കാരണം ഗീസ് ഇവരെ പാസ്റ്റിൽ ഇവർ ഇങ്ങനെ ഇരുന്നു. ഓക്കെ, അതുകൊണ്ട് ഗീസ് ഇപ്പം എങ്ങനെയെങ്കിലും 2K കിഡ്സിനെ കൂടി ഇതേപോലെ ആക്കണമെന്നുള്ള രീതിയിലാണ് ഗീസ് ഇവർ വന്ന് ഇൻ്റർവ്യൂവിൽ വന്നിട്ട് കൊണാന്ന് പറഞ്ഞ് അടിക്കണം. ഓക്കെ, ഒന്ന് ആലോചിച്ചാണ് ഗീസ് പാർട്ട്നേഴ്സ് അവിഹിതത്തിന് പോയെന്ന് പറഞ്ഞ് എത്ര പേരാണ് സൂസൈഡ് ചെയ്യുന്നത്. അപ്പോഴാണ് ഗീസ് ഇതേപോലുള്ള കുറേ അമ്മച്ചിമാർ വന്നിട്ട് അവിഹിതം വേണമെന്ന് പറഞ്ഞ് കിടന്ന് മെഴുകുന്നത്. ഓക്കെ, അതൊക്കെ ഇവരിങ്ങനെ വന്നിട്ട് ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഛർദ്ദിച്ചങ്ങ് മെഴുകിയാണ്. കാണുമ്പോൾ ഗീസ് ചൊറിച്ച് കീറിക്കൊണ്ട് വരും. അവിഹിതം ഈസ് ഫൈൻ. നമുക്ക് നേരം പോലൊക്കെ ആണെങ്കിൽ നല്ലത് തന്നെയാണ്. കാരണം നമുക്ക് എപ്പോഴും മോണോഗമസ് ആയിട്ട് ഒരാളിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടിരുന്നു അയാളാണെങ്കിൽ നമ്മളെ സ്നേഹിക്കണില്ല. എന്തിനാണ് അമ്മച്ചിനെ സ്നേഹിക്കുന്നത്? അയാളൊന്ന് കണ്ണ് തിരിയാൻ വേണ്ടി നിൽക്കുകയാണ് വേലി ചേടാൻ. അയാളാണെങ്കിൽ തെരുവിലുള്ള പട്ടിക്ക് വല്ല ആഹാരം കൊടുത്താൽ പട്ടി നമ്മൾ വീടിൻ്റെ കാവലല്ലെങ്കിൽ നമ്മളെ കണ്ട് കുരയ്ക്കുകൾ ചെയ്യും. ഓക്കെ, സോ അത്രയ്ക്കും അറമാണ് ഇതേപോലുള്ള കുറേ ആൾക്കാർ. തന്നെ മനസ്സിലാൻ കഴിയും നിങ്ങളൊന്നും സ്നേഹത്തിന് ഒരു രീതിയിലും അർഹതപ്പെട്ടവരല്ല. ഓക്കെ, പിന്നെ ഗീസ് നേരം പോകാൻ വേണ്ടി അവിഹിതം മീൻസ് ഓക്കെയാണ്. ഓക്കെ, അപ്പം എനിക്ക് സംശയം വേറൊന്നുമല്ല. ഇപ്പം നമ്മളാണെങ്കിൽ എന്തിനുകൊണ്ട് നമ്മൾ വീട്ടിൻ്റെ അകത്തുള്ള ബാത്റൂമിൽ പോകണോ? നമുക്ക് തോട്ടി പോയി ഇരുന്ന് അപ്പി ഇട്ടുകൂടെ? അപ്പോൾ അവിടെ ആകുമ്പോൾ കുറേ വിശാലമായുള്ള കാര്യങ്ങൾ കിട്ടുമല്ലോ. കുറേ ആൾക്കാരെ കാണാം, കുറേ വിശാലമായ വർണ്ണശലഭമായ കാര്യങ്ങളൊക്കെ കാണാം അല്ലേ ഗീസ്? സോ അവരെ റൂട്ട് വൈസ് വെച്ച് നോക്കുമ്പോൾ ഗീസ് അങ്ങനെ ആയിരിക്കും. അയാളാണെങ്കിൽ ഫുൾ ടൈം നമ്മളെ തെറി വിളിക്കുക, നമ്മളെ തല്ലുക, അങ്ങനെ മാത്രമായിട്ട് ജീവിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്റർടൈൻമെന്റ്. അതെ ഗീസ്, ഇപ്പം നമ്മളെ അമ്മയച്ഛനും അല്ലെങ്കിൽ അമ്മച്ചിയുടെ അമ്മയച്ഛനും ആ ഒരു രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് പോയിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് അച്ഛനമ്മ ആരാണെന്ന് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന അമ്മ ഉണ്ടാവും, പക്ഷേ അച്ഛൻ ആരാണെന്ന് അറിയില്ല. കാരണം കുറേ അച്ഛന്മാരുണ്ട്. ഓക്കെ, അതിലേതാണെന്ന് നമ്മളെ അച്ഛനെ നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ സർട്ടിഫിക്കറ്റിൽ നമ്മളെ പേരിൻ്റെ അവിടെ അച്ഛൻ്റെ പേര് ഫിൽഡായി കിടക്കുന്നത്. ഓക്കെ, അല്ലായിരുന്നെങ്കിൽ നമ്മളെ അച്ഛൻ്റെ പേര് അവിടെ ബ്ലാങ്കായി കിടന്നത്. ഓക്കെ, സോ അതുകൊണ്ട് അമ്മച്ചിയുടെ അച്ഛൻ്റെ പേര് ആ സർട്ടിഫിക്കറ്റിൽ ഫിൽഡാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു വേലി കൊടുത്ത് ആ ഒരു റെസ്പെക്റ്റ് കൊടുത്ത് മാത്രം സംസാരിക്കാൻ നിൽക്കുക. ഓക്കെ, ഒരു അവിഹിത ബന്ധം വരുവാണെങ്കിൽ സ്ത്രീക്ക് എപ്പോഴും ഒരു കാരണം വേണം. എന്തിപ്പോ കാരണം ഇല്ലാതെ നമുക്ക് അവിഹിത ബന്ധത്തിന് പോയാൽ എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ ഗേസ്, ഞാൻ പറഞ്ഞില്ല ഗേസ് ഇവർക്ക് ഇങ്ങനെ പാസ്റ്റുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ വന്ന് പബ്ലിക്കിൽ വന്ന് മെഴുകി എറിയുന്നത്. ഓക്കെ, ഇങ്ങനെ പറയേണ്ട ഒരു രീതിയിലുള്ള ആവശ്യവും ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ കാലം മാറുമെന്നും പറഞ്ഞ് എല്ലാവരും അമ്മച്ചിനെ പോലെ ആവണമെന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് വെറും മൊണ്ടത്തരമാണ്. എല്ലാ കാലത്തും വികാരങ്ങൾ കൂടിയ ആൾക്കാർ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അവരെ നമ്മൾ പല രീതിയിലുള്ള പേരുകൾ മുദ്ര ചാർത്തി അവരെ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ വണ്ടി നിന്നും പറഞ്ഞ് ആരും ലെറ്റർ ടാങ്കിൽ മൂത്രമൊഴിച്ച് വെക്കില്ല. ഓക്കെ അമ്മച്ചി, അത്രയ്ക്കും മണ്ടരല്ല ആരും. ഓക്കെ, എന്തിലും ഭർത്താവിൽ നിന്നും സംതൃപ്തിയില്ല. നല്ല സംതൃപ്തി ഉണ്ടെങ്കിൽ അവിഹിത ബന്ധത്തിന് പോയാൽ എന്താ? ഇപ്പോഴും നമ്മൾ ഏത് സാഹിത്യത്തിലും ഇതിലും കാണാം ഇന്നതുകൊണ്ട് ഭർത്താവുമായിട്ട് പ്രശ്നം അല്ലെങ്കിൽ വേറെ സ്നേഹം അന്വേഷിച്ച്. ഇതൊന്നും നമുക്ക് ഈ സകല മനുഷ്യർക്കും അറിയാം. ഇതൊന്നും അല്ലാണ്ടൊക്കെ അവിഹിത ബന്ധം സംഭവിക്കും. ഈ അവിഹിതം എന്നുള്ള പേര് തന്നെ എന്താവശ്യമില്ലാത്ത പേര് ബന്ധങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലാണ്ട് തന്നെ. പിന്നെ എന്തിനാണ് അമ്മച്ചി കല്യാണം എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഉള്ളത്? മാങ്ങാണ്ടി ഉണ്ടാക്കി വെക്കാനൊന്നുമല്ലോ. ഓക്കെ, ഇപ്പോൾ കല്യാണം എന്ന് പറഞ്ഞ് വെക്കുന്നത് എന്തിനാണ്? ഫാമിലി ആവാൻ. സോ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കണം. അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവിഹിതത്തിന് പോകണമെന്നുള്ള അമ്മച്ചിന് ആ ഒരു കാറ്റഗറിയിലുള്ള സംസാരം ഉണ്ടല്ലോ. ഓക്കെ, അത് വെറും മറ്റേ സംസാരമാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്തിനാണ് വെറുതെ ഇത്രയും കഷ്ടപ്പെട്ട് കല്യാണമൊക്കെ കഴിച്ച് ഒരാളുടെ ഫീലിങ്ങിൽ തൊട്ട് കളിക്കുന്നത്? നിങ്ങൾ കല്യാണം കഴിക്കുക, നിങ്ങൾ ഓപ്പണായിട്ട് നിങ്ങൾക്ക് പോയാൽ പോരും ഇങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പേരും വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ പോകാൻ ശ്രമിക്കുക. അല്ലാതെ വെറുതെ ഒരുത്തൻ്റെ ഫീലിങ്ങിൽ തൊട്ടിട്ട് കല്യാണം കഴിച്ച് വെറുതെ അവനെയും ഇതാക്കി നിങ്ങൾ അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ അങ്ങനെ ആവാതിരിക്കുക. ഓക്കെ, സോ ബി എ വുമൺ. മറ്റുള്ളവർക്ക് കാണുമ്പോൾ ഇൻസ്പയർ ആവും. ഓക്കെ, സോ ഈ സെക്സ് വർക്കിനൊക്കെ പോകുന്നുള്ളവർ കാണിക്കുന്നുണ്ടില്ലേ, അവർ ഓപ്പണായിട്ട് പോകണം. ഓക്കെ, സോ അവർക്കൊരു ഇതില്ല. ഓക്കെ, അവരാരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. ഓക്കെ, അത് അങ്ങനെ പോകാൻ ശ്രമിക്കുക. എപ്പോഴും ആർക്കും എവിടെയും പോയി ഒരു ബന്ധം ഉണ്ടാവാം. മനുഷ്യന്റെ മനസ്സതാണ്, മനുഷ്യന്റെ ശരീരം അതാണ്. അതെ ഗീസ്, അപ്പോൾ നമ്മളിപ്പോൾ കുറ്റിക്കാടൊക്കെ നമ്മൾ വൃത്തിയാക്കി ക്ലീൻ ആക്കി ഇടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അവിടെ പണിയെല്ലാം നടത്തിക്കോളൂ. ഓക്കെ, അമ്മച്ചി അതിനൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, സോ വനജീവികളെ നമ്മൾ സംരക്ഷിച്ച് കൊള്ളണം എന്നുള്ള രീതിയിലുള്ള തോട്ടൊക്കെയാണ് അമ്മച്ചിയിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, ഒരു പ്യുവർ ലവ് എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും കൂടെ തോന്നുന്ന ഒരു സ്ട്രോങ് ഫീലിംഗ് ആണ്. ഓക്കെ, അത് ആര് വിചാരിച്ചാലും തടയാൻ കഴിയില്ല. ഓക്കെ, അതൊന്ന് മനസ്സിലാക്കണം. ഓക്കെ, ആ ഒരു ഫീലിംഗ് എന്നൊക്കെ പറഞ്ഞാൽ അത് കിട്ടി എക്സ്പീരിയൻസ് ചെയ്താലേ അതിൻ്റെ അത് മനസ്സിലാവും. ഓക്കെ, നിങ്ങളെപ്പോലുള്ളവർക്കൊന്നും മനസ്സിലാവാൻ ഒരു രീതിയിലും ചാൻസ് ഇല്ല. ഓക്കെ, അതുകൊണ്ടല്ലേ ഇങ്ങനെ അവിഹിതത്തിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, കള്ളപിടിക്ക് പോയിട്ട് 5-6 പേരോടൊക്കെ പോയി കിടന്ന് ഉറങ്ങണമെന്നൊക്കെയാണ് ഇവർ പറഞ്ഞു വയ്ക്കുന്നത്. ഓക്കെ, പിന്നെ ഗീസ് ഇവരൊക്കെയാണ് വന്ന് 2K കിഡിന് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. ഓക്കെ, 2K കിഡ് അങ്ങനെയാണ്, മറ്റാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നത്. ഇടയിൽ ഇന്ന് ആലോചിച്ച് നോക്കി ഇവരെയൊക്കെ ആ ഒരു ആലോചിക്കുന്ന ഗീസ് അമ്മച്ചിക്ക് ഇവിടെ നിന്നൊക്കെ നല്ല ബ്രോക്കൺ അടിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് അമ്മച്ചി ഇവിടെ വന്നിട്ട് ഓരോന്ന് ഇങ്ങനെ കണവണമെന്ന് പറഞ്ഞു വയ്ക്കുന്നത്. എൻ്റെ പൊന്നിടാവേ, എനിക്ക് മനസ്സിലാവാത്തത് ചോദിക്കണം ഗീസ്, ഇവർക്ക് ഇതിൻ്റെ കുഴപ്പം.
പിന്നെ അതേപോലെ തന്നെ ഇവരെ പോലെ കുറേ ടൈപ്സ് ആൾക്കാരുണ്ട്. കാരണം ഇവർക്കും അങ്ങനെ സംഭവിച്ചു. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളവർ അതേപോലെ ആവണമെന്നുള്ള ഒരു മെൻറ്റായിട്ടുള്ള ഇഷ്ടം പോലെ ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ബാഡ് ഇൻഫ്ലുവൻസ് ആണ് ഇവിടെ കൂടുതലായിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യാൻ ശ്രമിക്കുന്നത്.